മര്യാദ 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 മര്യാദ. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്ത് ലക്ഷ്യം? പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹമാണ് വഴി ചോദിച്ചു നടന്ന എന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 ആൻഡ് സിംഗം 2. അച്ഛാ ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ, നീ വന്ന് കഴിക്കേ. അച്ഛ ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴി, നീയും പാടാ. എടാ, എന്താടാ വീട്ടിലൊരു അതിഥി വന്ന നേരത്തെ ഇങ്ങനെ പെരുമാറാ? അയ്യോ കുഴപ്പമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാൽ മതി. എന്താ സൂര്യ, എന്താ കാര്യം? അച്ഛൻ ആദിത്യ മര്യാദയിൽ സൽക്കരിച്ചിരുത്തിട്ടുള്ളവൻ ആരാണെന്നറിയോ? അവൻ നമ്മുടെ അതിഥിയല്ല. ഇളയച്ചനെ വെട്ടിക്കൊന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാണവൻ. ഇനി എന്ത് നോക്കി നിൽക്കുക? ആ വാളങ്ങിതാ, ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചു മൂടിയേക്കാം. ചന്ദ്രസിംഹ വേണ്ട. വേണ്ടെന്നോ? നിന്നേക്കാ 10 ഇരട്ടി പകയുണ്ട് എനിക്ക്. ഈ തറവാടിനുള്ളിൽ രക്തം വീഴരുത്. വീണാൽ ഓവിൽ അശുദ്ധമാകും. അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. മറ്റൊന്ന്, ഒരു കാരണവശാലും എൻ്റെ അമ്മ അറിയരുത് ഇവിടെ ഒരു കൊല നടക്കാൻ പോകുന്ന കാര്യം. അറിഞ്ഞാൽ ആ ദയാദാക്ഷിണ്യത്തിൽ അവൻ രക്ഷപ്പെടും. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. 30 കൊല്ലം കാത്തു നിന്നില്ലേ? കുറച്ചുകൂടെ ക്ഷമിക്കേ. അവൻ പടിവാതിൽ കടന്നാൽ ഉടൻ വെട്ടി അരിയണം അവന്റെ തല വേറെ ഉടല് വേറെ.